ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കുരിശുമലകൾ ഒരു നോമ്പുകാല തീർത്ഥാടനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നോമ്പ് കാലഘട്ടത്തിൻ്റെ അവസാന ആഴ്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈശോയുടെ പീഡാനുഭവത്തിനോടും കുരിശുമരണത്തോടും നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കാനായി നമ്മുടെ പാപപരിഹാരങ്ങൾക്കായി പ്രത്യേക ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗവുമെല്ലാം അനുഷ്ഠിക്കുകയാണ് നാം എല്ലാവരും. കേരളത്തിലെ പ്രധാനപ്പെട്ട കുരിശുമലകളെ പരിചയപ്പെടുത്തുന്ന ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലബാറിൻ്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന കൊട്ടത്തലച്ചി മലയാണ്. മലബാറിലെ ഈ പുണ്യഭൂമിയുടെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. ഈ ഒരു കൊട്ടത്തലച്ചി കുരിശുമല അത് ചൂരപ്പടവ് മാർസ്ലീവ ദേവാലയത്തിൻ്റെ കീഴിലാണ്. എന്നോടൊപ്പം ഉള്ളത് മാർസ്ലീവ ദേവാലയത്തിൻ്റെ വികാരി അച്ഛനായ ഫാദർ ഏഷ്യൽ ആനക്കല്ലിൽ അച്ഛനാണ്. അച്ഛാ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ഒരു കുരിശുമലയെക്കുറിച്ചും ഒപ്പം തന്നെ ഈ ഒരു ചൂരപ്പടവ് ഹോളി ക്രോസ് ദേവാലയത്തെക്കുറിച്ചൊക്കെ ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. ഈ ചൂരപ്പടവ് ഇടവക തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഴ ഫൊറോനയിൽപ്പെട്ട ഒരു കൊച്ചു ഇടവകയാണ്. ഇപ്പോൾ 82 കുടുംബങ്ങൾ മാത്രമുള്ള വളരെ കൊച്ചു ഒരു ഇടവക. ഈ ഇടവകയുടെ കീഴിലാണ് മലബാറിൻ്റെ മലയാറ്റൂരെന്ന് അറിയപ്പെടുന്ന കൊട്ടത്തലച്ചി കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. 1987 ഈ ചൂരപ്പടവ് ഇടവകയിൽ ആദ്യമായിട്ടൊരു വിശുദ്ധ കുർബാന നടക്കുകയും പിന്നീട് ഒരു 10 വർഷത്തിന് ശേഷം 98 ഈ ചൂരപ്പടവ് ഇടവക ഒരു ഇടവകയായിട്ട് സ്ഥിരം ഒരു വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് നയിക്കാനായിട്ട് തുടങ്ങപ്പെട്ടത്. 1958 ഒരു ഏപ്രിൽ 4 ചൂരപ്പടവ് ഇടവകയുടെ തൊട്ടടുത്തുള്ള പുളിങ്ങോം ഇടവകയുടെ വികാരിയച്ഛനായിരുന്ന മണ്ണൂരാം പറമ്പിലച്ഛൻ ഈ കൊട്ടത്തലച്ചി മല സ്ഥാപിക്കുന്നത്. 1958 മുതൽ 2026 വരെ എല്ലാ വർഷവും മുടങ്ങാതെ നോമ്പ് കാലത്ത് കുരിശുമല കയറ്റം ഇവിടെ നടക്കാറുണ്ട്. ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കാറുമുണ്ട്. ഒപ്പം ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന പുതുഞാറാഴ്ചയാണ് ഈ കൊട്ടത്തലച്ചി കുരിശുമലയിലെ തിരുനാളായിട്ട് ആഘോഷിക്കുക. അന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്താറുണ്ട്. അന്നേ ദിവസം രാവിലെ 4 കുർബാനയാണ് നമുക്ക് കൊട്ടത്തലച്ചി കുരിശുമലയിലുള്ളത്. ചൂരപ്പടവ് ഇടവകയിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ മാറിയാണ് ഈ കൊട്ടത്തലച്ചി മല സ്ഥിതി ചെയ്യുന്നത്. ഈ കൊട്ടത്തലച്ചി മലയുടെ താഴെ നമ്മുടെ ആനക്കുഴി എന്നാണ് പറയുന്നത്. പണ്ട് ഇവിടെ ഒരുപാട് ആനകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ആനകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുഴി എന്ന നിലയിലാണ് ആനക്കുഴി അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുരിശിൻ്റെ വഴി തുടങ്ങുന്നത് ആനക്കുഴിയിൽ നിന്നാണെന്നാണ് നമ്മൾ പറയാറ്. തീർച്ചയായിട്ടും അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വാഹന സൗകര്യം എന്ന് പറയുന്നത് നമുക്ക് ജീപ്പ് മാത്രമേ നമുക്ക് സൗകര്യമായിട്ടുള്ളൂ. അല്ലാത്തവരെ കാൽനടയായിട്ടാണ് ഈ ആനക്കുഴിയിൽ വരെ എത്തുന്നത്. അതായത് ഈ മലയുടെ പകുതിയോളം വരെയാണ് നമുക്ക് ജീപ്പ് വഴി പോവാം. അവിടെ നിന്നാണ് ഒന്നാം സ്ഥലം. അതെ, നമുക്കിതിന് താഴെ അടിവാരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു പിയാത്ത ഒരു ഗ്രോട്ടയുണ്ട്. നോമ്പുകാലത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 6:45 നമ്മൾ കരുണക്കൊന്ത ചൊല്ലിയാണ് നമ്മൾ ഈ മല കയറി വരുന്നത്. അങ്ങനെ കരുണക്കൊന്ത ചൊല്ലി മല കയറി ഈ ആനക്കുഴിയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ കുരിശിൻ്റെ വഴി നമ്മൾ ആരംഭിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് ജീപ്പ് മാർഗം മാത്രമേ നമുക്ക് ഈ ആനക്കുഴിയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ജീപ്പ് വഴി നമുക്ക് ഈ പറഞ്ഞ പോലെ ആനക്കുഴി എന്ന ഒരു സ്ഥലം വരെ എത്താം. അവിടെ നിന്ന് നമുക്ക് ഒന്നാം സ്ഥലം മുതൽ കുരിശിൻ്റെ വഴി ചൊല്ലി മല മുകളിലെത്താം. അങ്ങനെ നല്ലപോലെ ഒരു കഠിനമായ യാത്ര തന്നെയായിരുന്നു, ഒരു ഓഫ് റോഡ് യാത്ര തന്നെയായിരുന്നു ഈ മലയുടെ ഈ ഒരു ആനക്കുഴി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ തന്നെ. ഏകദേശം 2 കിലോമീറ്ററോളം നമ്മളെല്ലാവരും ഈ ഒരു ജീപ്പിൽ യാത്ര ചെയ്ത് ഇവിടെ ഏകദേശം ഒരു പകുതി, എനിക്ക് തോന്നുന്നു 2000 സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടിയോളം ഉയരത്തിൽ നിലവിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു കൊട്ടത്തലച്ചി മല എന്ന് പറയുന്നത് ഏകദേശം 2600-ലധികം ഉയരമുള്ള ഒരു മലയാണ്. അതിൻ്റെ 2000 അടിയോളം നമ്മളിപ്പോൾ എത്തി. ഇവിടെ നിന്നാണ് ഇനി ഒന്നാം സ്ഥലം. ഇപ്പോൾ എൻ്റെ പുറകിൽ നമ്മൾ കാണുന്നതാണ് ഒന്നാം സ്ഥലം. ഇവിടെ നിന്ന് ഒന്നാം സ്ഥലം ചൊല്ലിയാണ്, കുരിശിൻ്റെ വഴി ചൊല്ലിയാണ് ആളുകൾ മുകളിലേക്ക് കയറുന്നത്. എന്തായാലും നമുക്ക് യാത്ര ആരംഭിക്കാം.
ഒന്നാം സ്ഥലം ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. യേശുമിശിഹായെ ഞങ്ങളങ്ങി കൊമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വസിച്ചാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. വാടിത്തളർന്നു മുഖം, നാഥൻ്റെ കണ്ണുകൾ താണുമങ്ങി. വേറോനിക്കമിഴി നീർ തൂകിയ ദിവ്യനനം തുടച്ചു. മാലാഖമാർക്കെല്ലാം ആനന്ദമേകുന്ന മാനത്തെ പൂനിലാവേ, താപോർ മാമല മേലേ നിൻമുഖം സൂര്യനെ പോലെ മിന്നി. അങ്ങനെ നമ്മൾ കയറി ഈ ഒരു കൊട്ടത്തളിച്ച മലയുടെ 10ാം സ്ഥലത്ത് ഏകദേശം എത്തിയിരിക്കുകയാണ്. മറ്റ് മലകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഓരോ സ്ഥലങ്ങളും വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ 10ാം സ്ഥലത്തെത്തി. പക്ഷേ മലയുടെ ഉയരം നമ്മൾ ഏകദേശം പകുതിക്ക് മുകളിൽ വെച്ചാണ് നമ്മൾ കയറാൻ ആരംഭിച്ചത്. പക്ഷേ ഈ മലയുടെ ഉയരം ഭയങ്കര വലുതാണ്. വളരെ വലിയൊരു ഉയരത്തിലാണ് ഇപ്പോൾ തന്നെ നമ്മൾ നിൽക്കുന്നത്. കാരണം ചുറ്റുമുള്ള മലകളൊക്കെ താഴെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അച്ഛാ, എന്നു മുതലാണ് ഈ ഒരു കുരിശുമലയുടെ തീർത്ഥാടനം നമ്മൾ ഇവിടെ ആരംഭിച്ചത്? 1958 ഏപ്രിൽ 4-നാണ് ഈ മല ഇവിടെ സ്ഥാപിക്കുന്നത്. 58 മുതൽ എല്ലാ വർഷവും നോമ്പുകാലത്ത് കുരിശുമല കയറ്റം ഇവിടെ ഉണ്ട്. അങ്ങനെ വർഷങ്ങളിങ്ങനെ കുരിശുമല കയറ്റം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് ഒരു 2000 വർഷമായപ്പോഴാണ് നമ്മൾ ഈ 14 സ്ഥലങ്ങൾ നമ്മൾ സ്ഥാപിച്ചത്, 14 കുരിശുകൾ നമ്മൾ സ്ഥാപിച്ചത്. 58 മുകളിൽ നമുക്കൊരു ചെറിയൊരു ചാപ്പലൂടെ അവിടെ ഒരു പള്ളി, ഒരു കുരിശ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഈ 14 സ്ഥലങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി കുരിശൊക്കെ നാട്ടിയത് 2000 കൂടിയാണ്. അപ്പോൾ അതിനുശേഷവും വീണ്ടും തുടർച്ചയായിട്ട് തന്നെ എല്ലാ വർഷവും 50 നോമ്പിൻ്റെ സമയത്താണ് നമ്മൾ കുരിശുമല കയറുന്നത്. അല്ലാതെയുള്ള സമയങ്ങളിൽ സ്ഥിരമായിട്ട് നമ്മൾ കയറ്റമില്ല. ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇത് കാണാനും പ്രാർത്ഥിക്കാനായിട്ട് വരുന്നതല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് കയറുന്നത് 50 നോമ്പിലുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലാണ്. പിന്നെ 40-ാം വെള്ളി, ദുഃഖവെള്ളി, ഒപ്പം നമ്മുടെ തിരുനാൾ, പുതു ഞായറാഴ്ച, ആ ദിവസങ്ങളിലെല്ലാം ഇവിടെ ആളുകളും വരാറുണ്ട്, മലകയറ്റമുണ്ട്. ഈ കഴിഞ്ഞ 25 വർഷമായി അപ്പോൾ ഈ കുരിശ് സ്ഥാപിച്ചിട്ട്. പക്ഷേ ഒരു 70 വർഷത്തിലടുക്കുന്നു ഈ ഒരു കുരിശുമല തീർത്ഥാടനം ആരംഭിച്ചതിന് ശേഷം. തലശ്ശേരി അതിരൂപതയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കുരിശുമല കൂടിയാണ്. തീർച്ചയായിട്ടും തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുരിശുമല തന്നെയാണ് കൊട്ടത്തലശ്ശി കുരിശുമല. അതുകൊണ്ട് തന്നെ രൂപതയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾ എല്ലാ വർഷവും അതിരൂപത തല KCYM യുവജനങ്ങൾ എല്ലാ വർഷവും ഇവിടെ കുരിശുമല കയറാറുണ്ട്. ഈ വർഷവും അതുപോലെ അവർ കയറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ രൂപതയുടെ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, മലബാറിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുരിശുമലയായിട്ട് തന്നെയാണ് കൊട്ടത്തലശ്ശി മലയെ എല്ലാവരും കാണുന്നതും പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ്, അതുകൊണ്ടായിരിക്കും മലബാറിൻ്റെ മലയാറ്റൂർ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ പേര് പോലും വരാനായിട്ട് കാരണം. ഇനിയിപ്പോൾ നമുക്കൊരു 4 സ്ഥലങ്ങളും കൂടി പിന്നീടാനുണ്ട്, കുറച്ചും കൂടി ദൂരമേ മലയിൽ കയറാനുള്ളൂ. പക്ഷേ ഇവിടെ എത്തുമ്പോൾ തന്നെ വളരെ മനോഹരമായൊരു ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രദേശത്തെത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് മലകയറ്റം തുടരാം.
12-ാം സ്ഥലം ഈശോ മിശിഹ കുരിശുമേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തടച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങേപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എൻ്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ചൂരപ്പടവ് മാർസ്ലീവ ദേവാലയത്തിൻ്റെ കോർഡിനേറ്ററായ ടോമി ചേട്ടൻ ഇപ്പോൾ നമ്മുടെ ഒപ്പമുണ്ട്. എങ്ങനെയായിരുന്നു ചേട്ടാ ഈ ഒരു കുരിശുമല 2000 മുതലാണ് ഇത് ആരംഭിച്ചത്? അതിനുശേഷം ഇത്തരത്തിലൊരു ദേവാലയം ഇതിൻ്റെ മുകളിൽ പണിയുവാനും അതോടൊപ്പം തന്നെ ഈ ഒരു കുരിശും ഇപ്പോൾ നമുക്ക് കാണാം പള്ളി റൂമൊക്കെ പണിത് വെച്ചിട്ടുണ്ട് മുകളിൽ. എങ്ങനെയായിരുന്നു ഇത് പണിതിൻ്റെ പിന്നിലൊക്കെ വന്നിരുന്ന കഷ്ടപ്പാടും ത്യാഗങ്ങളൊക്കെ? 2000-ലാണ് 14 സ്ഥലത്തിൻ്റെ കുരിശ് വെച്ചത്. അതിന് മുന്നേ ഇവിടെ ഈ കുരിശുണ്ടായിരുന്നു, ഇവിടെ കുരിശുമല കയറ്റം ഉണ്ടായിരുന്നു. പക്ഷേ 2014 സ്ഥലങ്ങളുടെ കുരിശ് വെച്ചു. എന്നാൽ ഇടവക്കാരുടെ കൂട്ടായ്മയാണ്. അതായത് മുഴുവൻ കുരിശ് താഴെ അടിവാരത്ത് വാർത്തിട്ട് അവിടുന്ന് മുകളിലെത്തിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ഈ റോഡ് ഇത്രയില്ല. കുറേ ഭാഗത്ത് എത്തിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ആൾക്കാർ ഓരോ വാർഡുകാർക്കും ഇത്ര കുരിശെന്നുള്ള രീതി കൊടുത്ത് അവരവിടുന്ന് ചുമന്ന് കൊണ്ടുവന്ന് സ്ഥാപിക്കുക ചെയ്ത്. ഏതാണ്ട് 80 ഇടവക്കാരുള്ളത്. അന്ന് 110 പേരോളം അന്ന് ഒറ്റ ദിവസം ഒരു പണിക്ക് വേണ്ടി വന്നിരുന്നു. അങ്ങനെ എല്ലാവരുടെയും കൂടി അധ്വാനം കൊണ്ട് അത് അങ്ങനെ ആയത്. അത് കഴിഞ്ഞ് 2 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ഈ പള്ളി കുരിശുപള്ളി ഉണ്ടാകുന്നത്. അത് ശാസ്താംപടവലച്ചൻ വികാരിയായിരിക്കുന്ന കാലത്ത് ശാസ്താംപടവലച്ചനാണ്. എന്ന് പറഞ്ഞാൽ മുഴുവൻ പൊതുപ്പണിയാണ്. ആൾക്കാർ അതുപോലെ നടന്ന് അധ്വാനിച്ച് ഒരു 400 മീറ്റർ താഴെ നിന്ന് വരെ സാധനങ്ങൾ മുഴുവൻ ചുമന്ന് കയറ്റിയിട്ടാണ് ഇവിടെ ഇത് അന്നുണ്ടാക്കിയത്. അതായത് നമ്മളിപ്പോൾ 1-ാം സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് 1-ാം സ്ഥലത്തിൻ്റെ അല്ല, നമ്മളിപ്പോൾ വന്ന വഴിക്ക് കുറച്ചപ്പുറത്ത് ഒരു ചാല് പോലെ ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടം വരെ വണ്ടിക്ക് സാധനങ്ങൾ എത്തിച്ചു. അവിടം വരെ ഒന്നും റോഡുള്ളൂ. അവിടം വരെ എത്തിച്ചിട്ട് അവിടുന്ന് മുഴുവൻ സാധനങ്ങൾ നമ്മൾ ചുമന്ന് മുകളിലെത്തിക്കുക ചെയ്ത്. അത് കഴിഞ്ഞിട്ടാണ് ഈ റോഡ് പണിയുന്നത്. റോഡ് ഇവിടം വരെ ആനക്കുഴിക്ക് വരെ പണിയുന്നത്. അന്ന് അവിടം വരെ റോഡ് ഉണ്ടായിരുന്നില്ല. റോഡില്ല. റോഡ് അവിടെ കൊണ്ട് തീരുമായിരുന്നു. അവിടെ സാധനം ഇറക്കിയിട്ട് അവിടുന്ന് ഞങ്ങൾ കുറുക്കിനെ ഈ വഴിക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ കയറി. പിന്നെ ബാക്കിയുള്ള ഇവിടെ കല്ല് മുഴുവൻ മൊത്ത സാധനങ്ങൾ മുഴുവൻ ഇവിടെ തന്നെ പൊട്ടിച്ചെടുക്കുകയായിരുന്നു. പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ നിർമ്മാണം നടത്തി. അത് കഴിഞ്ഞ് ഇവിടെ വെള്ളമില്ലാത്തതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ മഴവെള്ള സംഭരണി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ റോഡ് ആനക്കുഴിക്കൽ വരെ എത്തിച്ചു കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പള്ളി മുറിയും ബാക്കിയെല്ലാം അങ്ങോട്ട് ഉണ്ടാക്കുന്നത്. അതും ഇതുപോലെ കല്ലും കാര്യങ്ങളൊക്കെ ഇത്രമാത്രം ഇപ്പം നമ്മൾക്ക് ഒരു റൂം ഉണ്ടാക്കുന്നതിനായാലും നമുക്കറിയാം. അത് മുഴുവൻ സാധനങ്ങളും ആനക്കുഴിക്ക് നിന്ന് ചുമന്ന് കയറ്റുകയത്. പിന്നെ ഇതിനാവശ്യത്തിനുള്ള മുഴുവൻ മണലും മൊത്തം ഈ കുരിശിൻ്റെ വഴിയായിട്ട് ആൾക്കാർ കയറി വരുമ്പോൾ ആൾക്കാർ ചെറിയ കിഴിയായിട്ട് മണൽ ആവശ്യത്തിനുള്ള താഴെ ഇറക്കിയിട്ട് നമ്മൾ കൊടുത്തു വിട്ടു. അങ്ങനെ ആൾക്കാർ അത് തന്നെ ഇവിടെ എത്തിച്ചത്. അങ്ങനെയാണ് ഇത്തരത്തിൽ നമുക്കിവിടെ വരുമ്പോൾ ഇത്ര സൗകര്യങ്ങൾ പ്രത്യേകിച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടും ഒരുക്കിയിരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഒരു മലയ്ക്ക് ഇങ്ങനെ ഈ ഒരു കൊട്ടത്തലശ്ശി മല എന്നുള്ള ഒരു പേര്? ഇത് ഈ മലയുടെ മുകളിൽ വലിയ മരങ്ങളൊന്നും ഇല്ല. വലിയ മരങ്ങൾ, കാറ്റ് ഭയങ്കരമായിട്ട് കൂടുതലുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് മരങ്ങൾ ചെറുതായിട്ട് വലിയ വലിപ്പം വെക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. അത്രയും നമുക്ക് പറയാൻ കഴിയും. ഇപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ള മലകളൊക്കെ വളരെ താഴ്ചയായിട്ടാണ് കാണുന്നത് അല്ലേ? അപ്പോൾ മറ്റ് ഈ ഒരു പ്രദേശത്ത് കാണുന്ന മലകളിലൊക്കെ ഏറ്റവും ടോപ്പ് തന്നെയാണ്. 2680 ഉയരം, സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുണ്ട്. അടി ഉയരമുണ്ട്. ലോകത്തിലഞ്ഞു വീശി സത്യമാം നാഗത്തിൻ ദിവ്യകാന്തി, സ്നേഹം തിരഞ്ഞിറങ്ങി പാവന സ്നേഹപ്രകാശതാരം, നിന്നിച്ചുമർത്തേന സ്നേഹത്തിടമ്പിനെ നിർത്തയം ക്രൂശിലേറ്റി, നന്ദിയില്ലാത്തവൾ ചിന്തയില്ലാത്തവൾ നാഥ പൊറുക്കേണമേ.
നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൻ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായി ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആനകളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിൻ്റെ സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിൻ്റെ സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ മാധ്യസ്ഥവും നമ്മോടും നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങനെ നമ്മൾ ഈ ഒരു കൊട്ടത്തലച്ച് മലയുടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ ഏറ്റവും മനോഹരമായ കാഴ്ച നമുക്കൊരു ചുറ്റും ഒരു 360 ഡിഗ്രി ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം നമ്മൾ കാണുന്ന ബാക്കി എല്ലാ മലകളും ഈ മലയൊക്കെ വളരെ താഴെയാണ്. അപ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം ഉയരത്തിലേക്ക് എത്തി നിൽക്കുകയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ എത്തുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. എന്തായാലും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ നാമധേയത്തിലുള്ള ഈ ഒരു ദേവാലയം, ഒരു ചെറിയൊരു ദേവാലയം ഈ ഒരു മലയുടെ മുകളിലുണ്ട്. ഒപ്പം ഒരു കുരിശുമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ബാക്കി ഈ നോമ്പുകാലത്ത് തിരുക്കർമ്മങ്ങൾ കാര്യങ്ങളെല്ലാം നടക്കുന്നത്? തിരുക്കർമ്മങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും, പ്രത്യേകിച്ച് 50 നോമ്പിൻ്റെ വലിയ നോമ്പിൻ്റെ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കാണ് ഇവിടെ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തോമാസ് ശ്ലീഹായുടെ നൊവേനയുണ്ട്. നൊവേനയും അത് കഴിഞ്ഞ് ആളുകൾ അവർ നേർച്ചകൾ കൊണ്ടുവരാം. ഓരോ വാർഡനുസരിച്ച് അവർ നേർച്ചകൾ കൊണ്ടുവരാറുണ്ട്. ആ നേർച്ചയും സ്വീകരിച്ചതിന് ശേഷമാണ് വെള്ളിയാഴ്ച തിരുക്കർമ്മങ്ങൾ ഇവിടെ അവസാനിക്കുക. ഒപ്പം ദുഃഖവെള്ളിയാഴ്ച നമ്മളിവിടെ കുരിശിൻ്റെ വഴി പ്രാർത്ഥന നമ്മൾ നടത്താറുണ്ട്. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് രാവിലെ പള്ളിയിൽ തിരുക്കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നമ്മൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടത്തും. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരുനാളും കർമ്മങ്ങളെന്ന് പറയുന്നത് പുതുഞാറാഴ്ചയാണ്. പുതുഞാറാഴ്ച ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച രാവിലെ 4 മണിക്ക് നമ്മുടെ ആദ്യത്തെ വിശുദ്ധ കുർബാന ഇവിടെ ആരംഭിക്കും. 4 മണിക്കുണ്ട്, 6 മണിക്കുണ്ട്, 7 മണിക്കുണ്ട്, 9 മണിക്കുണ്ട്. അങ്ങനെ 4 കുർബാന നമുക്ക് പുതുഞാറാഴ്ച ഉണ്ട്. ഈ 4 കുർബാനയ്ക്കും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ ഇടവക്കാർ മാത്രമല്ല, ഈ തലശ്ശേരി രൂപതയുടെ വിവിധ ഇടവകളിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ തോമാസ് ശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ മല കയറി പുതുഞാറാഴ്ച വരാറുണ്ട്. നമ്മുടെ ഒരു തിരുനാളായിട്ട് തന്നെയാണ് നമ്മളിത് ആഘോഷിക്കുന്നത്. രാവിലത്തെ കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ കൊടിയേറ്റ് നടത്തി അവസാനത്തെ കുർബാന കഴിയുമ്പോൾ കൊടി ഇറക്കി അങ്ങനെ തിരുനാൾ സമാപിക്കുന്ന രീതിയിലാണ് പുതുഞാറാഴ്ചത്തെ ആഘോഷങ്ങൾ. എനിക്ക് നല്ലൊരു ഒരുപാട് സ്ഥലമുണ്ട് അല്ലേ? നമ്മൾ മറ്റ് കുരിശുകളുടെ ഇപ്പോൾ ഇത് വളരെ ഉയരത്തിലുള്ള ഒരു മലയാണെങ്കിൽ കൂടി ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ ആളുകൾക്ക് നിൽക്കാനും ഇരിക്കാനുമായിട്ടുള്ള നല്ലൊരു സ്ഥലമുണ്ട്. ഒപ്പം ഒരു ചെറിയൊരു വൈദിക മുറി എന്ന് പറയുന്ന ചെറിയൊരു മുറി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ വരുന്ന വിശ്വാസികൾക്കുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം? വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും അവർക്കും വരുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ വെള്ളവും മറ്റ് സംവിധാനങ്ങൾ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ക്രമീകരിക്കും. നമുക്കൊരു വലിയ മഴവെള്ള സംഭരണം ഇവിടെയുണ്ട്. പിന്നെ അവർക്ക് അത്യാവശ്യം ഫ്രഷ് ആവാനുള്ള ബാത്റൂം, ടോയ്ലറ്റ്സുകളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ അതേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഇത് ഒരുങ്ങി തയ്യാറായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലിയ സംവിധാനം, പിന്നെ എല്ലാവർക്കും ഇരിക്കാനുള്ള കസേരകളെല്ലാം ഓൾറെഡി നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഈ ഒരു മലയുടെ മുകളിൽ തന്നെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ മലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഓൾറെഡി തന്നെ ഉണ്ട്. പിന്നെ വിശുദ്ധ കുർബാനയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ നമ്മൾ പള്ളിയിൽ നിന്നും കൊണ്ടുവരുവാണ് സമയത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ മലബാർ മേഖലയിലുള്ള എല്ലാ വിശ്വാസികൾക്കും ഈ ഒരു നോമ്പ് കാലത്ത് വന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. ഇനിയിപ്പോൾ നോമ്പിൻ്റെ അവസാന ആഴ്ചകളിലേക്ക് നമ്മളിപ്പോൾ കടന്നിരിക്കുകയാണ്. ഇനി 1-2 ആഴ്ചകൾ മാത്രമേ ഉള്ളൂ ഈസ്റ്ററിന് മുൻപായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മലബാർ മേഖലയിലുള്ള ആളുകളെല്ലാം മലബാറിൻ്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന ഈ ഒരു കൊട്ടത്തലച്ച് മലയിലേക്ക് വരികയും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ മാധ്യസ്ഥം അപേക്ഷിച്ചും അതോടൊപ്പം തന്നെ ഈശോയുടെ ഈ ഒരു പീഡാനുഭവ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കുരിശിൻ്റെ വഴി ചൊല്ലി പരിത്യാഗത്തോടു കൂടി മല കയറാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കുക?
വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് തലശ്ശേരിയിലെ ചെറുപുഴ എന്ന് പറയുന്ന, കണ്ണൂർ ജില്ലയിൽ തന്നെ പെട്ട ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു 8 കിലോമീറ്റർ മാക്സിമം ആണ് നമ്മുടെ ഈ ചൂരപ്പടവ് പള്ളിയിലേക്കുള്ള ദൂരം. നമുക്ക് ബസ് സൗകര്യങ്ങളില്ല, വാഹനങ്ങളിലാണ് നമ്മളെല്ലാവരും വരിക. റോഡ് സൗകര്യമുണ്ട്. പിന്നെ പള്ളിയിൽ വന്നിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരാൻ. അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത സ്ഥലമാണ് പുളിങ്ങോം. വലിയൊരു ഇടവകയാണ് പുളിങ്ങോം. അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. നമ്മുടെ അടുത്ത് ഒരുപാട് ഇടവകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ഈ കൊട്ടത്തലച്ചി മലയിലേക്ക് വരാനായിട്ടുള്ള വഴികളും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പൊതുവായിട്ട് ബസ്സുകൾ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പ്രൈവറ്റായിട്ട് വാഹനങ്ങൾ എല്ലാവർക്കും വരാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ രാവിലെയും വൈകുന്നേരം ആയിരിക്കും അല്ലേ കയറാനുള്ള ആൾക്കാർ കയറാനുള്ള കറക്റ്റ് നല്ലൊരു സമയം എന്ന് പറയുന്നത്. അതെ, ഉച്ചയ്ക്ക് നമുക്ക് നല്ല വെയിലായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. രാവിലെയും വൈകിട്ടും ഒറ്റയ്ക്കൊക്കെ ആയിട്ട് ആളുകൾ വന്ന് കയറാറുണ്ട്. ഒറ്റയ്ക്കും ഫ്രണ്ട്സ് കൂട്ടുകൂടിയൊക്കെ പിള്ളേർ. മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യമോ അല്ലെങ്കിൽ അത്തരത്തിൽ ആക്രമണം പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. അങ്ങനെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. മലയിൽ സ്ഥിരം കയറുന്ന ചേച്ചിമാരെ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു മലയിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസികൾ പ്രത്യേകിച്ച് ഇടവചനങ്ങളും ഒക്കെ ഈ മല കയറുമ്പോൾ അവർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് രോഗസൗഖ്യങ്ങളോ അത്തരത്തിലൊക്കെ? ഞങ്ങൾ ഈ മല ഓർമ്മ വെച്ച കാലം മുതൽ ഈ മല കയറുന്നതാണ്. നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ ഞങ്ങൾ വരുന്നതാണ്. നമുക്ക് എന്തൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും ഇവിടെ വന്ന് കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ അതിനെല്ലാം സൗഖ്യം കിട്ടും. എത്രത്തോളം വേദനയോടെ നമ്മൾ കയറി എന്നാലും തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആ വിഷമവും ബുദ്ധിമുട്ടും ഒന്നുമില്ല. അങ്ങനെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ആണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് തോമസ് ലീഹ വഴിയായി. അത് എല്ലാ വെള്ളിയാഴ്ചകളിലും കയറുന്നതാണ്. എത്ര വയ്യാത്തവർക്കും ഇവിടെ കയറി ഇറങ്ങി പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റെന്തെങ്കിലും ആളുകൾ രോഗസൗഖ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അരിമ്പാറ മൂലം ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് ഇവിടെ വന്ന് നേർച്ച നടത്തി പ്രാർത്ഥിച്ചു പോയെന്നാൽ അതിന് സൗഖ്യം കിട്ടുന്നതായിട്ടുണ്ട്, അനുഭവത്തിലുണ്ട്. നമ്മുടെ വികാരിയച്ഛൻ ഐശ്വരച്ചൻ വളരെ നല്ലൊരു ഗായകനാണ്. അദ്ദേഹം ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു മനോഹരമായൊരു ഗാനം ആരംഭിക്കും. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്നപ്പാ നീ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്നപ്പാ നീ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്നപ്പാ നീ. കയ്യിലാണി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. കയ്യിലാണി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ കാണും നിന്റെ പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്നെ പായേ കാണും നിന്നെ പായേ കാണും നിന്നെ പായേ. ഈ ഒരു നോമ്പ് കാലത്ത് കുരിശുമലകളെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഈ ഒരു മലബാറിൻ്റെ പുണ്യഭൂമിയിലാണ്. കൊട്ടത്തലച്ചി മലയാണ് ഈ മല. നമ്മൾ കയറി ഈ മലയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. വളരെ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ മനസ്സിന് കുളിർമയേകി. കുരിശുമലകളെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രോഗ്രാം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു കുരിശുമലകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കാണാം. നന്ദി.